ഹലോ, ലൈഫ് വിത്ത് മോളി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ മക്രോണി റെസിപ്പിയുമായിട്ടാണ്. അത് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് കാണാം. വന്നോളൂ. ഇന്ന് ഞാൻ ഇതിൽ ചിക്കൻ്റെ മക്രോണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് 1/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ മുളക് പൊടിയും ഉപ്പും വിനാഗിരിയും ചേർത്ത് ഒരു 1/4 മണിക്കൂർ ഞാൻ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചെയ്യാം. നേരത്തെ ചിക്കൻ പൊരിച്ച അതേ പാത്രത്തിലാണ് ഇത് ചെയ്യേണ്ടത്. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. പിന്നെ പച്ചമുളക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച ഒരു 6 പച്ചമുളക്. പിന്നെ നമ്മളൊരു 4 സവോള, 4 സവോള എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി മിക്സാക്കി ഇളക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 2 തക്കാളിയാണിത്. നമ്മൾ നന്നായി ഇത് ഇളക്കി മിക്സ് ചെയ്ത് നന്നായി ഒന്ന് വാടി വരണം. ഒരു ടീസ്പൂൺ ഉപ്പ്, ഒരു ടീസ്പൂണും കുറച്ചും കൂടി, അതായത് നമ്മളെല്ലാത്തിലും മക്രോണിയിലെല്ലാം ഉപ്പിട്ട് വേവിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് അത്രയും മതി. നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് നോക്കി ഇടാൻ. നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി. നമുക്ക് നല്ലോണം മിക്സാക്കണം. കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇടണം, കുറച്ച് മതി. ഒരു 2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി. ഇത്ര ഗരം മസാലപ്പൊടി. നന്നായി മിക്സ് ചെയ്യാം. ഈ മസാല മണം ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മൾ വറുത്ത് കോരി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. മസാല പിടിക്കുന്നവരെ അതിനകത്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഇനി മക്രോണി, നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന മക്രോണി കുറച്ചായി ഇട്ടിട്ട് മിക്സ് ചെയ്യണം. ഇതിൽ കുറച്ചിട്ട് മിക്സ് ചെയ്യാം. മക്രോണി നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്ത് ഇറക്കണം. ആവശ്യത്തിന് നമുക്ക് ഇനി കുറച്ചും കൂടെ ഇതിനകത്ത് ഇടാനും. പിന്നെ പച്ചക്കറികൾ എന്തൊക്കെ വീട്ടിലുണ്ട് അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം. ഇതിനകത്ത് കുറച്ചും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് മിക്സ് ചെയ്യാം. നമ്മൾ ബാക്കി വെച്ച് അതും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്യണം. കുറച്ചിട്ട് മിക്സ് ചെയ്താലേ ഈ മസാല എല്ലാം പിടിക്കുള്ളൂ. പിന്നെ ഇപ്പം നമുക്ക് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഉപ്പ് ചേർക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്താൽ ഇപ്പം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിനകത്ത് ചേർക്കണം. നന്നായിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യണം. അതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോ സോസും കൂടി കുറച്ച് ആവശ്യം ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. സോസ് ഒരു അധികം ഇടണ്ട, കുറച്ച് ഇട്ടിട്ട് അത് മിക്സ് ചെയ്യാം. അതിന് ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പ് ഇങ്ങനെ മുകളിൽ ആഡ് ചെയ്യാം.
മക്രോണി റെഡിയായി. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. നമുക്ക് ഒരു അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട് റെസിപ്പിയുമായിട്ട് നാളെ കാണാം.